ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചു അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്ര പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു മാസം മുമ്പ് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങളെ ആക്രമിച്ചോളൂ, നിങ്ങളെ ആക്ഷേപിച്ചോളൂ. ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു പരാതിയുമില്ല. പക്ഷേ ഞാൻ തിരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ തിരുത്തേണ്ടതെന്നും ഞാൻ പറഞ്ഞതിലെ തെറ്റെന്താണെന്നും നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ നമ്പർ അയച്ചുതരാം. നിങ്ങൾ എന്നോട് സംസാരിക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വിവരക്കേടുകളുടെ രാജകുമാരൻ അഖിൽ മാരാറിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാരാർജി വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നല്ലോ. സ്ത്രീകൾ പ്രസവ സമയത്ത് അവർ എൻജോയ് ചെയ്തിട്ടാണ് അവർ അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. വണ്ടർലായിൽ റൈഡ് പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചുമ്മാ അവർക്ക് പ്രസവിച്ചിടാൻ പറ്റും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലുള്ള വർത്താനം നമ്മുടെ മാരാർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ട് പുറകെ തന്നെ നിരവധി റിയാക്ഷൻസ് പുറകെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഭയങ്കര ഫണ്ണി ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന 2 വീഡിയോസ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അതിനുശേഷം റീസെന്റ് ആയിട്ട് മാരാർജിനെ തന്നെ വെളുപ്പിച്ചുകൊണ്ട് കിടന്ന് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറെ സ്റ്റോറിക്കകത്തൂടെ കിടന്ന് മെഴുകിയേക്കുന്ന കുറെ സംഭവം ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് നോക്കാം നമ്മുടെ മാരാർജിനെ പറ്റിയിട്ട്. ആദ്യം തന്നെ വന്നേക്കുന്ന 2 ട്രോൾ വീഡിയോ നമുക്ക് നോക്കാം. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചു അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ്. ഇതായിരുന്നു ഫസ്റ്റ് വീഡിയോ. ഇറ്റ് ഈസ് നൈസ്. ഇനി രണ്ടാമത്തെ വീഡിയോ കാണാം സുഹൃത്തുക്കളെ. ഡോക്ടർ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് അറിയാം പല തരത്തിലുള്ള ഡെലിവറി മെത്തേഡ്സ് ഉണ്ട്. ഏതാണെന്ന് ചൂസ് ചെയ്താൽ മതി. ആദ്യത്തത് ഒരു ലെഡി മെത്തേഡ്. എന്റെ വലുത് വേണമെങ്കിൽ വേറെ പറമ്പിന്ന് കൊണ്ട്. അടുത്തത് DJ ഗ്രൂവ്. ഇനി ഇതല്ലെങ്കിൽ ബഞ്ചി ജമ്പിലൂടെ പ്രസവിക്കാം, റോളർ കോസ്റ്ററിൽ ഇരുന്നുകൊണ്ട് പ്രസവിക്കാം. അങ്ങനെ പല രീതിയിൽ എൻജോയ് ചെയ്ത് പ്രസവിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് ഇവിടെ. DJ മതിയാവും. എന്റെ ഭാര്യക്ക് DJ ഡോക്ടർ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിലല്ലോ, സിനിമ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ തരികട ആൾക്കാരെ പറ്റിക്കുന്ന ആശുപത്രിയിലുള്ളതല്ലേ. ഇവിടെ സിനിമ തിയേറ്റർ ആണുള്ളത്. ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി പ്രസവിക്കാം. ഡോക്ടർ സോറി ഷെബിൻ, മെഡിക്കൽ സയൻസിൽ ഇല്ലാത്ത എല്ലാം ഞാൻ പരീക്ഷിച്ചു നോക്കി. പക്ഷെ നിങ്ങളുടെ ഭാര്യനെയും കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പ്ലേലിസ്റ്റ് ജാം ആയതാന്നാ തോന്നുന്നത്. അയ്യോ എന്റെ ഭാര്യ. എന്ത് ഭാര്യ? ഈ ഭാര്യനെ കൊണ്ടൊക്കെ വലിയ ഉപകാരം ഉണ്ടോ? വല്ലയിടത്തും പോയി കഴിഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചും വിവരില്ല. അന്ന് വായ തുറന്നിട്ട് വല്ല മണ്ടത്തരം പറയാന്നല്ലാണ്ട് വീട്ടിൽ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഈ പണ്ടത്തെ ആൾക്കാരെ നോക്ക്, 10-15 പ്രസവിച്ച് കഴിഞ്ഞാൽ ആകെ 1-2 എണ്ണത്തിനെ കിട്ടുക. എന്നിട്ട് അവര് നിർത്തിയോ? കീപ് അപ്പ് ദ സ്പിരിറ്റ്. നമുക്ക് അടുത്ത ഡെലിവറി കാണാം. ഭാര്യ വേറെ കണ്ടുപിടിക്കും കേട്ടോ. ഹോസ്പിറ്റലിൽ തരില്ല. മാരാർജിയുടെ സ്വപ്നങ്ങളിലെ പ്രസവം ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ഇനി ഇത് കഴിഞ്ഞിട്ടിട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. എൻ്റെ പോയിനോ സ്റ്റോറി ഇട്ടിട്ട് വെളുപ്പിക്കാനെ കൊണ്ട് പഠിച്ച പണി 18 മാരാർജി നോക്കുന്നുണ്ടായിരുന്നു. ആർക്കും ഇത് മാരാർജി എന്തോ പറയുന്നത് മാരാർജിക്ക് പോലും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നേരെ പറയാണ്, നിങ്ങൾ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയില്ല, വിവരമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിൽ റീസെന്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ നമുക്ക്. പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു മാസം മുമ്പ് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങളെ ആക്രമിച്ചോളൂ, നിങ്ങളെ ആക്ഷേപിച്ചോളൂ. ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു പരാതിയുമില്ല. പക്ഷേ ഞാൻ തിരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ തിരുത്തേണ്ടതെന്നും ഞാൻ പറഞ്ഞതിലെ തെറ്റെന്താണെന്നും നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ നമ്പർ അയച്ചുതരാം. നിങ്ങൾ എന്നോട് സംസാരിക്കൂ. നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കൂ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി ജിക്കിപ്പോ ഇതൊരു മനസ്സിലില്ല. ജിയുടെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്താന്ന്? എന്താ ഇത് നമ്മൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കണം അല്ലേ? എന്നാലും എന്റെ ഇത്രയായിട്ട് ഇത് എങ്ങനെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ജിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് എന്താ മിസ്റ്റേക്ക് ഇതുവരെ ജിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രേ ആൾക്കാരെ ചന്നം പിന്നെ കിടന്ന് ഇങ്ങനെ തെറി വിളിച്ച് വരെ പറഞ്ഞിട്ടും ഇയാൾക്ക് ഇതുവരെ ഇയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്തോന്നും മനസ്സിലായിട്ടില്ല. ബാക്കി പറ. നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് മറുപടി പറയാൻ വരില്ല. പകരം നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിലൂടെ, നിങ്ങൾ എന്നെ ആക്രമിക്കുന്നതിലൂടെ ഇവിടുത്തെ മറ്റൊരു മാഫിയയ്ക്ക് വലിയ രീതിയിൽ കേരളത്തിൽ പിടിമുറുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് അടുത്ത ഇറങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫാർമ വെബ് സീരീസിൽ എങ്ങനെയാണ് ഈ ആരോഗ്യരംഗത്ത് അല്ലെന്നുണ്ടെങ്കിൽ ചില മരുന്ന് കമ്പനികൾ, എല്ലാവരുമല്ല, ചില മരുന്ന് കമ്പനികൾ ചില ഡോക്ടർമാരുമായി ചേർന്ന് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഫാർമ എന്ന വെബ് സീരീസിൽ പറഞ്ഞു പോകുന്നുണ്ട്. 2.5 വർഷത്തിലധികം ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വർക്ക് ചെയ്ത, അതിൽ തന്നെ ഒരു റിസർച്ച് കമ്പനിയിൽ വർക്ക് ചെയ്ത എനിക്കും സാമാന്യ ബോധമുള്ള വിഷയങ്ങൾ ഇതൊക്കെ തന്നെ. അത് മാത്രമല്ല എത്രയോ കാലങ്ങളായിട്ട് ഈ ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കോവിഡ് വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ഫോളോ ചെയ്തിട്ടുള്ള പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പിനെതിരെ. ഞാൻ കോവിഡ് എന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ രോഗം എന്ന തട്ടിപ്പല്ല, കോവിഡുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് ഈ രാജ്യത്തും ഈ ലോകത്തും നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ തട്ടിപ്പിനെതിരെയൊക്കെ ഞാൻ എന്റേതായ സംശയങ്ങൾ ആ സമയത്ത് ഉയർത്തിയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യരംഗത്തെ മാഫിയകൾ, അതായത് നിങ്ങളുടെ ശരീരത്തെ
പരിപൂർണ്ണമായും വിറ്റ് നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാഫിയകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മൂല്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറയുന്ന പദത്തിന്റെയും നഴ്സ് എന്ന് പറയുന്ന പദത്തിന്റെയും മഹത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യരെ അല്ല ഞാൻ ഈ പറയുന്നത്. ഇത്തരം നന്മയുള്ള മനുഷ്യരെ മുൻനിർത്തി അതിന് പിന്നിൽ അണിനിരക്കുന്ന മാഫിയകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് അത് വിഷമത്തിന് കാരണം. അല്ല, ജി പറഞ്ഞത് കാര്യമാണ്. ഫാർമസ്യൂട്ടിക്കൽസ് ഇങ്ങനെ കുറെ സ്കാമും അങ്ങനെ കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതും സ്ത്രീകൾ ഈ ഡെലിവറി ടൈമിൽ അത് പ്രഗ്നൻസി അത് എൻജോയ് ചെയ്താണ് ആ പ്രോസസ്സിലൂടെ വരുന്നതെന്ന് പറയുന്നത്. അതും തമ്മിലുള്ള ലോജിക്ക് എന്താന്നുള്ളത് മനസ്സിലാവത്തെ. അതെന്ത് ജി? എനിക്കിവിടെ ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണോ അതോ ഇയാൾ പറഞ്ഞതിന്റെ കുഴപ്പമാണോ? അത് നിങ്ങൾക്കും ഇങ്ങനെ തന്നെയാണോ കേട്ടത്? പുള്ളിയുടെ അടുത്ത് ചോദിച്ചത് പുള്ളി പറഞ്ഞത് സ്ത്രീകൾ ഈ ഡെലിവറി ടൈമിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സിലൂടെ വന്നത്. ആശുപത്രിക്കാരാണ് ഇവരെ പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജി പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ജീപ്പ് അതിന്റെ ന്യായീകരണം പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കുറെ സ്കാം അങ്ങനെ കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീരീസിനകത്തൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പം അങ്ങനെ കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതാ ചോദിക്കുന്നത്. അതും തമ്മിൽ എന്ത് എനിക്ക് മനസ്സിലാവണില്ല ജി ബാക്കി പറഞ്ഞി. മാഫിയകളുടെ ഒരു ലക്ഷ്യമായിരുന്നു നമ്മുടെ ആരോഗ്യരംഗത്തെ പരിപൂർണ്ണമായും കച്ചവടവൽക്കരിക്കുക എന്നുള്ളത്. ആരോഗ്യരംഗത്തെ പരിപൂർണ്ണമായും കച്ചവടവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ രോഗികളായി മാറിയേ അവർക്ക് പറ്റൂ. ഒരു ഗർഭകാലത്തെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇത്രയേറെ ചർച്ചയാവാനുള്ള കാരണവും ഇതിന് പിന്നിൽ അവരുണ്ടായതുകൊണ്ട് തന്നെയാണ്. എനിക്കെതിരെ ഒരു ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നു. നോക്കൂ, ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾ ആഘോഷിക്കുന്ന കാര്യം പോലും ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ് പ്രസവം എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞത് ഒരു കാലത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടും തമാശ രൂപേണ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാവുന്ന ഒരു കാര്യം എന്ന് കൂടി ഒരു ഇൻവെർട്ടഡ് കോമയിലാണ് ഞാനിത് പറഞ്ഞത്. ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ എൻജോയ് എന്ന വാക്കും അതൊരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എന്റെ പ്രാവീണ്യക്കുറവാകാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച തരത്തിലല്ല അത് പുറത്തേക്ക് വന്നത് എന്നുള്ളതുണ്ടാവാം. എന്താ പറഞ്ഞ് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഇല്ലാത്തോണ്ടാന്നോ? എന്റെ ജി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ജിയൊക്കെ പണ്ട് ഭയങ്കര വാക്കുകൾ കൊണ്ട് അമ്മാനം ആടിക്കൊണ്ടിരുന്ന, നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞ് അമ്മാനം ആടിക്കൊണ്ടിരുന്ന നമ്മുടെ ജി തന്നെയാണ് ഈ പറയുന്നത് ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് എൻജോയ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലായിരുന്നു നമ്മുടെ ജിക്ക്. അതുകൊണ്ട് പറ്റിപ്പോയേക്കുന്ന ഒരു പിഴവാണ്. നല്ലൊരു പയ്യനായിരുന്നു. ചാണകത്തിൽ ചവിട്ടിയതിനു ശേഷം പിന്നെ എന്തൊക്കെയോ പറ്റി. എൻജോയ്മെന്റ്, ഈ എൻജോയ് ചെയ്യാന്ന് പറയുന്ന അതിന്റെ അർത്ഥം പോലും അറിയാത്ത രീതിയിലോട്ട് അത്രയും ബോധമണ്ഡലം ബുദ്ധിമണ്ഡലം ജീർണിച്ചു തുടങ്ങിയ സുഹൃത്തുക്കളെ നിങ്ങളൊന്നും മനസ്സിലാക്കുക. കാരണം എന്താ, ജി പോയി ചാണകത്തിൽ ചവിട്ടി, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. നിങ്ങളൊന്ന് ക്ഷമി, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഡോക്ടർമാരൊക്കെ പോയി കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞത് അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിന്റെ ആനന്ദം എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ പ്രസവം എന്ന് പറയുന്ന വേദന നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ല ഞാൻ അവിടെ പറയുന്നത്. ഒരു മനുഷ്യന് മാതൃത്വത്തിനൊരു ലഹരിയുണ്ട്, പിതൃത്വത്തിനൊരു ലഹരിയുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഒരു നല്ല പിതാവായ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയണം, ഒരു നല്ല മാതാവായ നിമിഷങ്ങളെ ആസ്വദിക്കാൻ കഴിയണം. താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന നിമിഷത്തിന്റെ ആനന്ദം, അല്ലെങ്കിൽ ആ നിമിഷത്തിന്റെ ആത്മനിർവൃതി, അത്രയും വേദന അവളെ സഹിക്കാനും ആ വേദന അവൾക്ക് സന്തോഷം നൽകുന്ന ഒന്നായി മാറുന്നത് താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന നിമിഷത്തിന്റെ ആ ഒരു ആത്മനിർവൃതിയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അതാണ്. ഇവിടെ ഇന്ന് കുട്ടികൾ അമ്മയാകാൻ ഭയപ്പെടുന്നത്, സ്ത്രീകൾ അമ്മയാകാൻ ഭയപ്പെടുന്നത് ഗർഭകാലഘട്ടത്തെ ഒരു രോഗകാലഘട്ടമാക്കി സമൂഹം ട്രീറ്റ് ചെയ്തതിലൂടെ സംഭവിച്ചതാണ്. താൻ ഗർഭിണിയായി കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയം ഓരോ പെൺകുട്ടികളുടെ മനസ്സിലേക്കും ഇട്ടുകൊടുത്തതാണ്. ഈ ഭയം ആരാണ് മുതലെടുക്കുന്നത്? ഈ പറയുന്ന വൻകിട ആശുപത്രി മാഫിയകൾ, അതുപോലെ തന്നെ മരുന്ന് കമ്പനിക്കാർ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഭയവും ഉത്കണ്ഠയും ഒക്കെ സൃഷ്ടിച്ചു തന്ന് ഹോർമോണൽ ഇൻബാലൻസ് മൂലം സംഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കാൾ കൂടുതൽ ചുറ്റുപാടുകൾ നൽകിയ മാനസിക സംഘർഷങ്ങളിലൂടെ ഗർഭകാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവം എന്ന് പറയുന്നത് ഒരു ഭയപ്പാടിന്റെ കാലഘട്ടമാക്കി ഇവർ മാറ്റിയെടുക്കുകയാണ്. ജിക്ക് വേണമെങ്കിൽ ഇത് പറയാം, ആശുപത്രിക്കാര് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ ഗർഭിണിയാകുമ്പോഴത്തേക്കിന് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും പീഡിപ്പിച്ചെന്നോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ, അത് നല്ലവരല്ലാത്ത ഡോക്ടേഴ്സ് മീൻസ് മാഫിയ ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാർ ഇങ്ങനെ പീഡിപ്പിക്കുന്നെന്നോ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ ജിക്ക് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽസ് ഈ സ്കാം നടക്കുന്ന അങ്ങനെ കുറേ ഇഷ്യൂ ബന്ധപ്പെട്ട് വേണമെങ്കിൽ ജിക്ക് പറയാം. പക്ഷെ ജി ഇവിടെ പറഞ്ഞ അതല്ല. ജി പറഞ്ഞ എന്താണ്, ഈ പറയുന്ന സ്ത്രീകൾ ഈ പ്രഗ്നൻസി ഈ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തെന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ എൻജോയ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ് ആ ഒരു ഇംഗ്ലീഷിലെ പ്രാവീണ്യം നമ്മുടെ ജിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അല്ലേ ജി? ബാക്കി പറ. നോർമൽ ഡെലിവറിയിൽ നിന്നും സിസേറിയന്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇത് ആരോഗ്യരംഗത്തെ വികസനമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാണരുത്. മുളച്ചു പൊന്തുന്ന ആശുപത്രികളുടെ എണ്ണം ആരോഗ്യരംഗത്തെ വികസനമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാണരുത്. നിങ്ങൾ ഒരുപാട് രോഗികൾ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആശുപത്രികൾ ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ സിസേറിയന്റെ എണ്ണം കൂടുന്നത് നോർമൽ ഡെലിവറിയിലേക്ക് പോകാൻ പെൺകുട്ടികൾ ഭയപ്പെടുന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നോർമൽ ഡെലിവറിയാണ് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഏറ്റവും ആരോഗ്യവതിയായി നിലനിർത്തുന്നത് എന്ന സയൻസിനെ നിങ്ങൾ മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടാണ് സിസേറിയനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് 10 മുതൽ 15% വരെ ഈ നോർമൽ ഡെലിവറി നിലനിർത്താൻ WHO പറയുമ്പോൾ
കേരളത്തിൽ 40 മുതൽ 45% വരെ സിസേറിയൻ നിരക്കാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ എന്നെ എതിർക്കുക, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുക എന്നതിലൂടെ നിങ്ങൾ ഇപ്പുറത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര കാര്യമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഞാനിവിടെ പറഞ്ഞ വാക്കിൽ അല്ലെങ്കിൽ ആ ഒരു എൻജോയ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്, നിങ്ങൾക്ക് ആ പ്രോസസ്സ്, അതായത് പുതിയ തലമുറയ്ക്ക് ആ പ്രോസസ്സ് വേദന നിറഞ്ഞതാണെങ്കിൽ പഴയ തലമുറ ഇത് ആസ്വദിച്ചും ആനന്ദത്തോടു കൂടിയും ചെയ്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്. 1 മുതൽ 10 വരെ പ്രസവങ്ങൾ നടത്തിയിട്ടുള്ള സ്ത്രീകളാണ് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ അമ്മമാരും ആ നിമിഷത്തിനെ കുറിച്ച് കൂടുതൽ സന്തോഷിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതേസമയം ഏതെങ്കിലും സ്ത്രീ, ഒരിക്കൽ പ്രസവിച്ച ഏതെങ്കിലും ഒരു സ്ത്രീ ഈ പ്രസവിക്കാൻ തനിക്ക് കാരണക്കാരനായ ക്രൂരനായ ഭർത്താവിന്റെ നിമിഷത്തെക്കുറിച്ചോ ക്രൂരനായ ഭർത്താവിന്റെ ചെയ്തികളെക്കുറിച്ചോ ശപിച്ചുകൊണ്ടാണോ പ്രസവിച്ചിട്ടുള്ളത്? അതോ അവൾക്ക് അങ്ങനെ ഒരു ഗർഭം നൽകിയ ഭർത്താവിനോട് സ്നേഹത്തോടു കൂടിയാണോ പ്രസവിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കാരണമാണ് താൻ ഈ വേദന അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ കുഞ്ഞിനെ ശപിച്ചുകൊണ്ടാണോ ഒരു അമ്മ പ്രസവിച്ചിട്ടുള്ളത്? അതോ തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അത്ര സന്തോഷത്തോടു കൂടി ആ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് അവൾ കടക്കുകയാണോ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എന്താണ് എന്നെ തിരുത്തുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ എനിക്ക് ഏറ്റവും ഭയപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സൃഷ്ടിക്കുന്ന മഹത്തായ എടോ മരമൊണ്ണ മുതുമൊണ്ണ ലോകമൊണ്ണേ ജി മരമൊണ്ണേ, ഇങ്ങേര് പറയുന്ന കാര്യം കേട്ടില്ലേ? 10 ഒക്കെ പ്രസവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്ന് അവർ എൻജോയ് ചെയ്തു. ആ പ്രോസസ്സ് ഭയങ്കര മനസ്സിൽ ഭയങ്കര കുളിർമയേകി എന്നുള്ള രീതിയിൽ ഇങ്ങേര് പറയുന്നുണ്ടല്ലോ. എടീ 10ഉം 12ഉം ഈ പ്രസവം നടന്നുകൊണ്ടിരുന്ന സമയത്തേക്ക് ഇതിൽ എത്ര കുട്ടികൾ ജീവനോടുണ്ട്? ഇപ്പൊ ഒരു 10 പ്രസവത്തിൽ 2, 3 കുട്ടികൾ മാത്രം ജീവനോടെ നിൽക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് അന്നത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഇന്ന് ഈ പൊട്ടനോട് നമ്മൾ കഴിഞ്ഞു പിടിക്കാതും പറഞ്ഞാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. ഇപ്പം വേൾഡിൽ തന്നെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രി ആണെന്ന് അവകാശപ്പെടുന്ന അമേരിക്കനെക്കാട്ടില് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ള നമ്മുടെ കേരളത്തിലാണ്. 1000-5 ഇവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെയുള്ളപ്പോഴാണ് ഈ പൊട്ടം പറയുന്നത് അന്നത്തെ കാലത്ത് 10ഉം 12ഉം പ്രസവിച്ചു, അവർ എൻജോയ് ചെയ്തു എന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞത് തന്നെ പിന്നെ കറക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഭയത്തിന്റെ ഒരു പ്രോസസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു കാലത്ത് അമ്മയാകാൻ കൊതിച്ചിരുന്ന സ്ത്രീകളിൽ നിന്നും ഇന്ന് അമ്മയാകാൻ ഭയപ്പെടുന്ന ഒരു സ്ത്രീകളിലേക്ക് നിങ്ങൾ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ. ഈ പെൺകുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന പുതിയ മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എവിടെയാണ് തിരുത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിന്റെ അപകടം ഒന്നും തിരുത്തണ്ട. നിങ്ങൾ ഒന്നും തിരുത്തണ്ട. നിങ്ങളെ ഞങ്ങൾ അങ്ങ് തിരുത്തിക്കോളാം. ഓക്കെ, ഈ പറഞ്ഞ മനസ്സിലായില്ലേ? എടി ഇങ്ങനെ പറയാണ് ഈ വിവരക്കേടിന്റെ അങ്ങേ അറ്റത്തെ എക്സ്ട്രീം ലെവൽ സാധനം ഇയാൾ പറഞ്ഞോണ്ടിരിക്കുക. അതിന്റെ പുറത്ത് ഇനിയും പറയാണ് ഇനി ഞാൻ എന്താ തിരുത്തണ്ടേന്ന്. ഒന്നും തിരുത്തണ്ട. സ്ത്രീകളല്ല ഇനിയും. അതുകൊണ്ട് ഇപ്പം ഇയാൾ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആരും പ്രസവിക്കാറില്ല, പ്രഗ്നന്റ് ആവാറില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാറില്ലല്ലോ അല്ലേ? എടേ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മണ്ടബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇപ്പൊ എന്റെ ഭാര്യ, ഞാൻ പറഞ്ഞു 5 കുട്ടികളെ പ്രസവിക്കാൻ ആഗ്രഹിച്ചൊരു സ്ത്രീയാണ് എന്റെ ഭാര്യ. അത് ഞാൻ അവളിലേക്ക് അടിച്ചേൽപ്പിച്ചതല്ല. ഒരമ്മയാകാൻ കൊതിക്കുന്ന, കുട്ടികളെ കൂടുതൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരെ വളർത്തി വലുതാക്കി ഈ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന ഒരു മികച്ച വ്യക്തിത്വങ്ങളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സുമായി ജീവിക്കുന്ന സ്ത്രീകൾ ഈ രാജ്യത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഒരു നാടിന്റെ നന്മയെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത് ഒരാളെ പരിഹസിക്കുന്നത്. നിങ്ങൾ എന്നെ വ്യക്തിപരമായി പരിഹസിച്ചോളൂ, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ പരിഹസിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കുറഞ്ഞ പക്ഷം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അത്രേ ഉള്ളൂ നമ്മുടെ ജി പറഞ്ഞതിൽ ഒരു തെറ്റില്ല. പിന്നെ പുള്ളിയുടെ വൈഫിന് 5, 6 പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം നോക്കിയപ്പോഴേ എവിടെ നാട്ടിലുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ നിന്ന് ഇയാൾ കയറിയിട്ട് അവർ എൻജോയ് ചെയ്തിട്ടാണ് പോയി പ്രസവിച്ചെന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ് ഇങ്ങനെ? പക്ഷെ എന്റെ പൊന്നി ജി, നിങ്ങൾ സൂപ്പർ. നിങ്ങൾ ഒന്നും തിരുത്തണ്ട. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഏതെങ്കിലും പശുത്തൊഴുത്തിൽ പോയത് നിങ്ങൾ പറയുക. നിങ്ങളുടെ ആ കൂട്ടർക്ക് മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നാണെങ്കിലും ഒരു സൈഡിൽ അപ്പുറത്ത് വിശകല നിന്നിട്ട് വിഷം ചീറ്റുന്നുണ്ട്, തൊട്ടിപ്പുറത്ത് മാരാർജി നിന്നിട്ടാണെങ്കിൽ വിവരക്കേടുകൾ ചീറ്റുന്നുണ്ട്. എന്താണെങ്കിലും ബ്യൂട്ടി ആയിട്ടുണ്ടെന്നോ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ശരി.